ആരോഗ്യവകുപ്പിന്റെ പരമാധികാരി എന്നാണ് ആ വാക്ക് എഴുതിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്നാണ്. നിങ്ങൾക്ക് ആർക്കും ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയാവൂ? ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അവരൊക്കെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഇരുന്നപ്പോഴത്തേക്ക് ഡയറക്ടർമാർ രാജിവെച്ച് പോയി. കോവിഡ് സമയത്ത് അവരെ ഭരിക്കാൻ കാര്യം ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് ആരാ ഡയറക്ടറാവുന്നത്? 10-25-26 വയസ്സ് ആരോഗ്യവകുപ്പിൽ കയറിയിട്ട് 10-25 വർഷം സർവീസ് ആകുമ്പോൾ 50-ആം വയസ്സിലാണ് ഡയറക്ടറാവുന്നത്. ആ പ്രായത്തിൽ അത്ര അനുഭവജ്ഞാനമുള്ളവരാണ്. അവരുടെ ചുറ്റും ഒരു 6-7 അഡീഷണൽ ഡയറക്ടർമാരുണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുണ്ട്. ഇവരാരെങ്കിലും വിളി കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് സംഭവിച്ചത്. ഒരു മന്ത്രിമാരുടെ വൺമാൻ ഷോയ്ക്കുള്ള അവസരമാക്കി മാറ്റി. ഇവരെല്ലാവരും മൂലയ്ക്ക് ഇവർക്ക് ഭരിക്കാനറിയാം, അല്ലെങ്കിൽ ഭരിക്കാനറിയാവുന്ന ആയിരക്കണക്കിന് പേരുണ്ട്, അവരെ കൊണ്ടിരുത്തണം. ഇത് മന്ത്രിമാർക്ക് ഷോ കാണിക്കാനുള്ള ഒരു സാധനമാക്കിയാണ് ലോകത്തൊരിടത്തും അങ്ങനെയല്ല ആരോഗ്യം നടക്കുന്നത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്ക് കോവിഡ് സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ പറയാം സാങ്കേതിക വിഷയം എനിക്കറിയില്ല. സാങ്കേതിക വിഷയം അറിയാവുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുണ്ട്, സമീപത്തിരുത്തണം. നമുക്കാർക്കും ഇഷ്ടമില്ലാതെ ട്രംപ് പോലും ഫൗച്ചി അടുത്തിരുത്തിയിട്ടാണ് വിഷയങ്ങൾ പറയുന്നത്. അദ്ദേഹമാണ് ശാസ്ത്ര വിഷയങ്ങൾ പറയുന്നത്. ഈ മന്ത്രിമാരുടെ ഈ നിപ്പ വരുമ്പോൾ മന്ത്രി എന്താണ് മാസ്ക് ഇട്ട് ICU കയറുന്ന അപകടമാണ്. പ്രത്യേക ഗവൺമെന്റ് ഒരു പ്രത്യേക മന്ത്രി പറയുകയല്ല, അതിന് കെടുകാര്യസ്ഥയുണ്ട്, പരാജയം സംഭവിച്ചിട്ട്. പക്ഷെ ഇത് പരിഹരിക്കണ്ടേ? ഇത് പറയുമ്പോൾ LDF UDF പ്രശ്നം പറഞ്ഞാൽ മതിയോ? ഏതെങ്കിലും രോഗമാണ് UDF രോഗമാണോ LDF രോഗമാണോ ഉണ്ടോ? ഏതെങ്കിലും റോഡ് അപകടം, ഇടത് റോഡ് അപകടം, വലത് റോഡ് അപകടം ഉണ്ടോ? സാധാരണക്കാരനെ സർക്കാർ ആശുപത്രി പോകണം, അവന് നിവൃത്തിയില്ലാതെയാണ് പോകുന്നത്. സ്വകാര്യ മേഖല കോവിഡ് സമയത്ത് ആശുപത്രിയിൽ കോവിഡ് രോഗം പൂട്ടിക്കളയാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം വെള്ളം വെച്ചാണ് തുറപ്പിച്ചത്. ഒരുപാട് പേര് അവിടെ പോകണം. സ്വകാര്യ മേഖല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാരുകൾ പരാജയപ്പെടുന്നിടത്ത് അല്ലെങ്കിൽ ബലഹീനതയുള്ളിടത്ത് സ്വകാര്യ മേഖല വളരും. പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണ്ടേ? നമ്മൾ ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നില്ലേ, ടാക്സിയിൽ യാത്ര ചെയ്യുന്നില്ലേ, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നില്ലേ? ഇതെല്ലാം സ്വകാര്യ മേഖലയല്ലേ? ഇതെല്ലാം കൂടെ പൂട്ടിച്ച റോഡേ നടക്കാൻ യാത്ര എങ്ങനെ പോകും? KSRTC ഇത് മുഴുവൻ പരിഹരിക്കാൻ പറ്റൂ? അപ്പൊ സ്വകാര്യ മേഖല എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ ഓട്ടോറിക്ഷ ചാർജും ടാക്സി ചാർജും ബസ് ചാർജും ഒക്കെ തീരുമാനിക്കുന്ന സർക്കാരാണ്, പ്രൈവറ്റ് ആണെങ്കിൽ പോലും. അപ്പൊ റെഗുലേറ്റ് ചെയ്യണം. റെഗുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അഴിമതികൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ സാധാരണക്കാരനെ താങ്ങാൻ പറ്റും. അതിന് പകരം ഉള്ള സ്വകാര്യ മേഖലയും കൂടെ ആക്ഷേപിക്കുകയും എന്നിട്ട് ആലോചിച്ച് നോക്കണം. നമ്മുടെ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ അവിടെ പോവുകയാണ്. അപ്പൊ അതും ഇതാണ് ഒരു സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയും സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ളത് കൂടെ ആലോചിക്കണം. പിന്നെ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ അല്ലാതെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ഈ സർക്കാരിന്റെ കാലത്ത് വന്നൊരു ആരോഗ്യ നയമുണ്ട്, ഡോക്ടർ ഇക്ബാലിനെ കൊണ്ട് എഴുതിച്ചത്. ഇതുവരെ ആരെങ്കിലും കേരളത്തിൽ ആരോഗ്യ നയത്തെ പറ്റി ഏതെങ്കിലും ചർച്ചയിൽ പറയുന്നുണ്ട്? ഇവരാരും വായിച്ചിട്ട് പോലുമില്ലെങ്കിലും ആരോഗ്യ നയം ഒരു വഴിക്ക് ഉണ്ടാക്കി ഒരു ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. ഈ 1-ാം നമ്പറാണ് കേരളം എല്ലാ കാര്യത്തിലും. ആ നെറേറ്റീവിനെ തിരുത്തപ്പെടേണ്ടതാണ്. കേരളം പൊതുവെ 1-ാം നമ്പറാണ്, പക്ഷെ പല കാര്യത്തിലും കേരളം പിന്നിലാണ്.